വമ്പൻ ലുക്കിൽ കാറുകളുടെ രാജാവ് അംബാസിഡർ തിരികെ വരുന്നു. ഇന്ത്യക്കാരന്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു ഒരു കാലത്ത് അംബാസിഡർ കാറുകൾ. സാധാരണക്കാർ മുതൽ പ്രധാനമന്ത്രി വരെ ഉപയോഗിച്ചിരുന്നു എന്ന ഗാഥയും അംബാസിഡർ കാറിനുണ്ട്. എല്ലാത്തരം ആളുകൾക്കും സ്വന്തമാക്കാൻ കഴിയുകയായിരുന്നു വാഹനമായിരുന്നു അംബാസിഡർ. ഏതാണ്ട് 1960കളിൽ ഇന്ത്യൻ നിരത്തുകൾ അടക്കി വാണിരുന്ന അംബാസിഡറുകൾ പിന്നീട് 80 വരെ പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ച് തന്നെ മുന്നോട്ടു പോയി. 80കൾക്ക് ശേഷമാണ് മാരുതി 800 വരുന്നത്. മാരുതി 800 വരുമ്പോൾ അംബാസിഡറുകളുടെ ജൈത്രയാത്രയ്ക്ക് ഇടിവ് സംഭവിച്ചുവെങ്കിലും അത് 2014 വരെ തുടർന്നുവെന്ന് പറയാം. ഉത്തരേന്ത്യയിലടക്കം അംബാസിഡർ കാറുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്നും അംബാസിഡർ കാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇന്ന് അത്തരം കാറുകൾ പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല. എന്നാൽ അംബാസിഡർ കാർ ഓരോ കാലത്തും മാറ്റം വരുത്തിയിട്ടുണ്ട്. മാർക്ക് 1, 2, 3 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെ അംബാസിഡർ കാറുകൾ അതിൻ്റെ മോഡലിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നുവെങ്കിലും പിന്നീട് ലോകത്തുണ്ടായ വലിയ മാറ്റങ്ങൾക്കനുസരിച്ച് വളരാൻ ഈ കാർ മേക്കേഴ്സിന് ആയില്ല. ഇതാണ് അംബാസിഡർ കാറുകൾ ഇന്ത്യൻ നിരത്തിൽ കാണാതെ പോയതും ക്രമേണ കമ്പനി തന്നെ തുടച്ചു മാറ്റപ്പെട്ടതും. ഒരു കാലത്ത് ഇന്ത്യൻ നിരത്തുകളിൽ നിത്യകാഴ്ചയും സവാരി യാത്രക്കാർക്ക് ആശ്രയവുമായിരുന്ന അംബാസിഡർ കാർ തിരികെ വരണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ? എന്നാൽ കേട്ടോളൂ, പുതിയ ലുക്കിൽ, പുതിയ മാറ്റത്തിൽ, പുതിയ പ്രഭാവത്തിൽ പ്രൗഢിയോടെ ഇന്ത്യൻ നിരത്തുകളുടെ രാജാവായ അംബാസിഡർ കാറുകൾ തിരികെ എത്തുകയാണ്. ഐക്കണിക് അംബാസിഡറായ അംബാസിഡർ 2.0 ആണ് ഇന്ത്യൻ നിരത്തുകളിൽ എത്തുന്നത്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് തന്നെയാണ് കാർ വിപണിയിലെത്തിയിരിക്കുന്നത്. 2017 ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായ പ്യൂഷോയുമായി കൈകോർത്ത് ബിർള ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ഇന്ത്യയിൽ നിലയുറപ്പിക്കാൻ പദ്ധതിയിട്ടെങ്കിലും പിന്നീട് അടിപതറുകയായിരുന്നു. 2024 അംബാസിഡർ 2.0 ഓഗസ്റ്റിൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുതിയ വിന്റേജ് മോഡൽ വില പ്രതീക്ഷിക്കുന്നത് 40 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണ്. 0 എഞ്ചിൻ ട്രാൻസ്മിഷനുകളോടെ ക്ലാസിക് കാറുകളും ഇതോടൊപ്പം പുറത്തുവരാം.